ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ഉറക്കമൊന്നും ഇല്ലാണ്ട് എണീറ്റിരിക്കുകയാണ്. ഏകദേശം 2:30 ആയിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്കത്തിൽ എണീക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പല്ല് തേച്ച് എനിക്ക് എന്താ പറയുക, രാത്രി പല്ല് തേച്ചില്ലെങ്കിൽ എന്തോ മാതിരി. അപ്പം ഞാൻ ഇടയ്ക്ക് ഇന്ന് രാത്രി പല്ലേക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ പുലർച്ചയ്ക്ക് 2 മണിക്ക് എണീറ്റ് പല്ല് തേച്ച് അങ്ങനെ വെറുതെ ഉറക്കമൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് വേറൊരു സംഭവം കണ്ടത്. ഒന്നല്ല, ഞാൻ ഇന്നലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ടോപ്പ് ഞാൻ ഇന്നലെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ ടേബിളൊക്കെ നല്ല അലമ്പാണ്, അങ്ങോട്ട് നോക്കി വേണ്ട. പക്ഷെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ, ഞാൻ വലിയ ട്രെയിലറൊന്നുമല്ല, പ്രൊഫഷണലി എന്നാൽ പോലും എനിക്ക് ആവശ്യമുള്ള ചില ഡ്രസ്സുകൾ ഞാൻ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ അതിലുള്ള 2 ഡ്രസ്സുകളാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം ജസ്റ്റ്. ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു ഷോർട്ട് കുർത്തിയാണ്. ഇത് വന്നിട്ട് ബെൽ സ്ലീവാണ്, അതല്ലെങ്കിൽ പാകിസ്ഥാനി സ്ലീവ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഈ ഒരു സ്ലീവിൽ വരുന്ന ഒരിതാണ് ഞാൻ നിവർത്തിയായിട്ട് കാണിച്ചു തരാം. അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ ലേസ് വന്നിട്ടുണ്ട്. പിന്നെ സ്ലീവ് പോർഷനിൽ അതേപോലെ തന്നെ ഇത് കുറച്ച് ലൂസ് സ്ലീവാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നെക്ക് സ്ക്വയറിൽ കുറച്ച് ലേസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് എന്താ പറയുക, ഞാനിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു പുറത്തേക്കൊക്കെ പോയപ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു തിക്നെസ്സാണ് വരുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, സെക്കൻഡ് വൺ ഒരു ടോപ്പ് ഉണ്ടാകും, ഞാൻ കാണിച്ചു തരാം. ഇതാണ് വന്നിട്ടുള്ളത്. സ്ലീവ്ലെസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ പറയുക, തുണി അങ്ങനെ എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഈ ഒരു നെക്കാണ് കേട്ടോ. കുറച്ച് ബോട്ട് നെക്ക് ടൈപ്പ് തന്നെ, പക്ഷേ കുറച്ച് ഇവിടെ ഒരു ഹൈ ആയിട്ട് കൊടുത്തിട്ട് പിന്നെ സ്ലിറ്റ് കുറച്ച് ഇറക്കിയിട്ടുള്ളൊരു നെക്ക്. പിന്നെ സ്ലീവ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ള. പിന്നെ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് സ്റ്റൈലിന് വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ കയ്യിൽ തുണി ഇല്ലാതിരുന്നുകൊണ്ട് കൊടുത്തത് മാത്രം കേട്ടോ. ഇത് എനിക്കൊന്ന് 3/4 മീറ്ററെങ്ങാണ് ഞാൻ പരാഗിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ക്ലോത്താണ്. കാരണം അവിടെ നമ്മൾ എന്താ പറയുക, വലിയ വലിയ പീസസൊക്കെ മുറിച്ചിട്ട് ബാക്കി ഉണ്ടാവില്ലേ, അപ്പോൾ അത് കുറച്ച് റേറ്റിനൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയൊരു എന്താ പറയുക, ഒരു മെറ്റീരിയലാണ്. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് എന്താ പറയുക, ഈ പാർട്ടി വെയറിനുള്ള ഡ്രസ്സസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ എനിക്കിപ്പം എനിക്കെന്താണെന്നറിയോ, ഈ തുണികളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് കളയുന്ന തീരെ ഇഷ്ടമല്ല. അപ്പം ഞാനൊരു 3/4 മീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ 3/4 മീറ്ററും ഫുള്ള് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് വന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ കണ്ടോ, സ്കാലപ്പ്